चक्षु तस्मै श्री गुरुवे नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्ति वेदांत स्वामी नामिनि नमस्ते सरस्वती देवी गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य देशधारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत राधार श्रीवास गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। और നമുക്ക് ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ എടുക്കാൻ പോകുന്ന ശ്രീമദ് ഭാഗവതം ശ്രീമദ് ചൈതന്യ ചരിതാമൃതം 6-ാമത്തെ സ്കന്ധം ശ്ലോകം 242 243 മുതലുള്ള ശ്ലോകങ്ങളാണ്. 242 and 243 ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യ കാരണം. ജയ രാധ മാധവ കുഞ്ച വിഹാരി ജയ രാധ മാധവ കുഞ്ച വിഹാരി ജയ ഗോപീജനവല്ലഭ ഗിരിവരധാരി जय गोपी जनवल्लभ यशोदनंदन व्रज जन रंजन 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 यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधव कुंज विहारी जय राधा माधव कुंज विहारी जय राधा माधव कुंज विहारी। जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 गौर हरि बोल हरि बोल हरि बोल गौर हरि बोल। हे कृष्णा करुणा सिंधु दीना बंधु जगत्पदे गोपीशा गोपिका कांत राधा कांत नमस्तुते सप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणामयी हरि प्रिये।
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സോറി ശ്രീമദ് ചൈതന്യ ചരിതാമൃതം സ്കന്ധം 4 ആദ്യ ലീല സ്കന്ധം അധ്യായം 4 ശ്ലോകം 242 243 ശ്രീ ചൈതന്യ അവതാരത്തിന്റെ രഹസ്യകാരണം. ശ്ലോകം 242 243. കോടി निरूप यद्यपि अमार असामूर्त माधुर्य स्वामिन विहार मोरूपे अव्यायित हय त्रिभुवन जातर दर्शने मोर മുത്തുടയ നയന. വിവർത്തനം. എന്റെ സൗന്ദര്യം കോടിക്കണക്കിന് കാമദേവന്മാരെ പരാജയപ്പെടുത്താണെങ്കിലും അത് അതുല്യവും അലംഘനീയവും ത്രിലോകങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിലും രാധാറാണിയുടെ ദർശനം എൻ്റെ കണ്ണുകൾക്ക് സന്തോഷം പകരും. ഇത് ഭഗവാൻ രാധാറാണിയുടെ ദർശനം അദ്ദേഹം പറയുന്നുണ്ട്. ഭഗവാന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കാമദേവന്മാരെ പരാജയപ്പെടുത്തുകയാണെങ്കിലും അത് അതുല്യവും അലംഘനീയവും ത്രിലോകങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ പോലും രാധാറാണിയുടെ ദർശനം ഭഗവാന്റെ കണ്ണുകൾക്ക് സന്തോഷം പകരുന്നതാണ്. അപ്പൊ ഭഗവാനെ പോലും വശീകരിക്കുന്ന ശക്തിയാണ് രാധാറാണിക്കുള്ളതെന്നാണ് നമുക്ക് ഇന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. ശ്ലോകം 244. മോരവംശീഗീതേ ആകർഷയ ത്രിഭുവന രാധാരവാചനെ ഹരെ അമരസവണ. എന്റെ അതീന്ദ്രിയമായ ഓടക്കുഴൽ നാദം ത്രിലോകങ്ങളെയും ആകർഷിക്കുന്നു. പക്ഷെ എന്റെ കർണങ്ങൾ രാധയുടെ മധുരവചനങ്ങളിൽ ആകർഷിക്കപ്പെടും. അടുത്തായിട്ട് ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ ഓടൽക്കുഴൽ നാദം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരെയും ആകർഷിക്കുന്നു. ത്രിഭുവനങ്ങൾ ത്രിലോകങ്ങളെ ആകർഷിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഭഗവാന്റെ കർണങ്ങൾ രാധയുടെ മധുരവചനങ്ങൾ ആകർഷിക്കപ്പെടും. അതാണ് രാധയും കൃഷ്ണൻ തമ്മിലുള്ള അവരുടെ ആ പരസ്പര ആസ്വാദനം എന്ന് പറയുന്നതാണ്. പരസ്പര അവർ ആസ്വാദനത്തെ അന്യോന്യ ആസ്വാദനമാണ്. അവർ രണ്ടുപേരുടെയും ഗുണങ്ങളെ ആസ്വദിക്കുന്നതാണ്. അത് അതിൻ്റെ കൂടുതൽ പരസ്പരം ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. ഇതില് മിക്കവാറും എല്ലാ ശ്ലോകങ്ങളിലും പർപ്പോട്ടൊന്നുമില്ല, ഇതിന്റെ വിവർത്തനം മാത്രമേ കൊടുക്കൂ. നമുക്കത് വളരെ പെട്ടെന്ന് വായിച്ച് അപ്പോൾ അതിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്ലോകം 245. യദ്യപി അമരഗന്ധ ജഗസുഗന്ധ മോരചിത്ത പ്രാണഹരേ രാധ അംഗസന്ത. വിവർത്തനം. എന്റെ ശരീരം സർവ്വ സൃഷ്ടികൾക്കും സുഗന്ധം നൽകുന്നുണ്ടെങ്കിലും രാധാരണയുടെ മീനിൽ മറുമണം എന്റെ മനോഹൃദയങ്ങളെ വശീകരിക്കും. വീണ്ടും ഭഗവാൻ പറയുന്നതാണ് രാധാറാണിയുടെ എന്താണ് ഗന്ധം ഭഗവാനെ കൂടുതൽ വശീകരിക്കുന്നവർ. അപ്പൊ ഇതാണ് നമ്മള് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലായി. ഇവർ നമ്മളുടെ അന്യോന്യ ആസ്വാദനം അതിനകത്ത് പറയുന്ന ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു. അതിൽ അതായത് അവതാരി കൃഷ്ണ യാച്ച് കാര അവതാര അംശി രാധ ഹൈതേ സീന ഗണേര വിസ്താര. അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഭഗവാൻ എന്ന് പറയുന്ന എല്ലാ അവതാരങ്ങളുടെയും എന്താണ് ഫൗണ്ടൻ ഹെഡാണ്. രാധാറാണിയോ എല്ലാ വിസ്താരങ്ങളുടെയും എന്താണ് മൂർത്തിഭാവമാണ് രാധാറാണി. അപ്പൊ നമ്മളുടെ ആ ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ എന്താണ് ഭഗവാൻ എനർജറ്റിക്കാണ്, എനർജി എന്ന് പറയുന്ന രാധാറാണി. അപ്പൊ നമ്മൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമുക്കും പരസ്പരം അവരെങ്ങനെ അത് ആസ്വദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ രാധാറാണിയെ എത്രമാത്രം ഭഗവാനിൽ ആകർഷിക്കപ്പെടുന്നു എന്നുള്ള വർണ്ണനകളാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിലെല്ലാം പറയുന്നത്. ശ്ലോകം 246. യദ്യപി അമരരസേ ജഗത്തരസ രാധാര അധരരസ അമകരേ വശ. വർത്തനം.
സമഗ്ര സൃഷ്ടികൾ എന്നിൽ നിന്ന് വ്യത്യസ്ത രുചികളാൽ നിറയ്ക്കപ്പെട്ടതാണെങ്കിലും ഞാൻ ശ്രീ രാധയുടെ അധരാമൃതത്തിൽ വശപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 247. യദ്യപി അമരസ്പർശേ കോടി അന്തുസ്ഥിതിയില ജാതികാര സ്പർശേ അമകാരെ സുസ്ഥിതിയില. എന്റെ സ്പർശനത്തിൽ കോടി ചന്ദ്രന്മാരെക്കാൾ കുളിർമയുണ്ടെങ്കിലും ശ്രീമതി രാധാറാണിയുടെ ശീതള സ്പർശം എന്നെ ഉന്മേഷവനാക്കുന്നു. അടുത്ത ഭഗവാൻ പറയുന്നത് ഭഗവാന്റെ രാധാറാണിയുടെ സ്പർശനം എന്ന് പറയുന്നത് ഭഗവാനെ കൂടുതൽ ഉന്മേഷമാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം 248. ഈ മത ജഗതേരെ സുഖേ അമി ഹേതു ജാതികാര രൂപഗുണ അമര ജീവാതു. ഇപ്രകാരം മുഴുവൻ ലോകത്തിന്റെയും സുഖത്തിന്റെയും സ്രോതസ് ഞാനാണെങ്കിലും ശ്രീമതി രാധികയുടെ രൂപ നദി ഗുണങ്ങൾ എന്നെ പ്രാണനും ജീവനുമാകും. അതാണ് എന്താണ് നമ്മൾ പറയുന്നത്. രാധിക ഖയേന കനേര പ്രണയ വികാര സ്വരൂപശക്തി ഹ്ലാദിനി നാമ എൻഹാര. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ് ശ്രീമതി രാധാറാണി പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൃഷ്ണാസ് ലവ്. ഇപ്പൊ രാധാറാണി എന്ന് പറഞ്ഞതാണ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൃഷ്ണാസ് ലവ്. അപ്പൊ അതാണ് രാധാറാണി എന്ന് പറയുന്നത്. ഷീസ് ദ ഇന്റേണൽ പൊട്ടൻസി കാൾഡ് ഹ്ലാദിനി. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താണ് ആഹ്ലാദിനി ശക്തി, ഹ്ലാദിനി ശക്തി എന്നൊക്കെ പറയുന്നതാണ്. അത് കൂടുതൽ ഭഗവാന് കൂടുതൽ സന്തോഷം, ആനന്ദം പകരുന്നു. അതാണ് ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ പറയും. ശ്ലോകം 249. ശ്രീമദാനുഭവ അമര പ്രതീത വിചാരിതി സഭ വിപരീത. ശ്രീമതി രാധാറാണിയുള്ള എൻ്റെ പ്രേമ വികാരങ്ങൾ പ്രകാരം മനസ്സിലാക്കാം, പക്ഷെ വിശകലനം ചെയ്യുമ്പോൾ ഞാനത് വൈരുദ്ധ്യമായി കാണും. പക്ഷേ ഭഗവാൻ ഇത് പറയുന്നത് ശ്രീ രാധാറാണിയുടെ പ്രേമ വികാരങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഭഗവാൻ പറയുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് വിശകലനം ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, ഞാനത് വൈരുദ്ധ്യമായി കാണുന്നു. ഭഗവാൻ അത് വ്യത്യസ്ത രീതിയിൽ അത് അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അതാണ് രാധാറാണിയെ. അതാണ് ജഗത് മോഹന കൃഷ്ണ സംഹാരമോഹിനി അതേ വേറെ സംസാര പദ തപ്പുറാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനകത്ത് ലോർഡ് കൃഷ്ണ എൻചാൻഡ് ദ വേൾഡ് ബട്ട് രാധാറാണി എൻചാൻഡ് ഈവൻ ഹിം. therefore she is the supreme goddess of all. അപ്പൊ അതുകൊണ്ടാണ് രാധാറാണി എല്ലാ എന്താണ് ഐശ്വര്യ ദേവകളിൽ വെച്ചും അതിൻ്റെ സുപ്രീം ആണെന്ന് പറയുന്നതിന് കാരണം അതാണ്. കാരണം ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ മദനമോഹനാണ്. അങ്ങനെയുള്ള മോഹനെ പോലും ആകർഷിക്കാൻ അല്ലെങ്കിൽ വശീകരിക്കാൻ ശക്തികളാണ് അതാണ് രാധാറാണി. അതുകൊണ്ടാണ് രാധാറാണിയെ നമ്മൾ മദന മോഹിനി എന്ന് പറയുന്നത്. ശ്ലോകം 250. രാധാരാദർശനെ മൊര ജുഡയ നയന അമാരാദർശനെ രാധാ സുഖേ അഗയാന. വിവർത്തനം. ശ്രീമതി രാധാറാണിയെ ദർശിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ പൂർണ്ണമായി സംതൃപ്തമാകും, പക്ഷെ എന്നെ കാണുന്നതിലൂടെ അവരുടെ കണ്ണുകൾ കൂടുതൽ സംതൃപ്തി ആർജിക്കുന്നു. അപ്പൊ ഭഗവാൻ ദർശിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് സംതൃപ്തനാകും. ഭഗവാൻ ഏറ്റവും കൂടുതൽ സന്തോഷം രാധാറാണിയെ കാണുമ്പോഴാണ്. പക്ഷേ എന്താണ് ഭഗവാനെ കാണുന്നതിലൂടെ എന്താണ് അവർക്ക് കൂടുതൽ സംതൃപ്തിയാകും. അതുകൊണ്ടാണ് ഭഗവാൻ രാധാറാണി എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ നിരതനാകുന്നത്. കാരണം കൂടുതൽ ഭഗവാൻ ആനന്ദം പകരുന്നതാണ്. അതാണ് ആ ശക്തിയുടെ പ്രത്യേകത. ആഹ്ലാദിനി ശക്തി അല്ലെങ്കിൽ ഹ്ലാദിനി ശക്തി അതെന്ന് പറയുന്നത് ഭഗവാൻ കൂടുതൽ ആനന്ദം പകരുക എന്നുള്ളതാണ്. ഭൗതിക ലോകത്തിലായാലും ശരി, നമ്മൾ ചെയ്യുന്ന സർവീസ് പോലും, ഡിവോഷണൽ സർവീസ് പോലും രാധാറാണിയിൽ കൂടിയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നത്.
അപ്പൊ നമ്മൾ എത്രമാത്രം പ്യുവറായിട്ട് ഡിവോഷണൽ സർവീസ് ചെയ്യുന്നു, അപ്പൊ അത്രമാത്രം രാധാറാണി സന്തോഷപ്പെടുന്നു, എത്രമാത്രം രാധാറാണി സന്തോഷിക്കപ്പെടുന്നു അത്രമാത്രം ഭഗവാനും അതിൽ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഡിവോഷണൽ സർവീസ് ഈ ഒരു ഭാവത്തിൽ വേണം നമ്മൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാൻ. രാധാറാണിയിൽ നമ്മൾ മനസ്സുകൊണ്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ. അപ്പോൾ രാധാറാണിയാണ് നമ്മുടെ ആ പ്രേമഭാവം ഭഗവാന്റെ എന്താണ് ഭഗവാനിലേക്ക് എത്തിക്കുന്ന, അല്ലെ ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. ശ്ലോകം 240. പരസ്പര വേണുഗീതേ ഹരേ ചേതന മോര പ്രമേ സമാലേരെ കരെ ആലിംഗന. വിവർത്തനം: മുളകൾ തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന വേണുനാദം പോലുള്ള മർമ്മരം രാധാറാണിയുടെ അബോധത്തെ അപഹരിക്കുന്നു. കാരണം അതെന്റെ വേണുനാദമാണെന്ന് അവൾ കരുതുന്നു. അപ്പോൾ ഞാനെന്ന് തെറ്റിദ്ധരിച്ച അവളൊരു കമലവൃക്ഷത്തെ ആലിംഗനം ചെയ്യുന്നു. ഇതിൽ പറയുന്നത് മുളകൾ തമ്മിൽ കൂട്ടി മുട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നു. അതൊരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു നാദമുണ്ട്, ഒരു ശബ്ദം ഉണ്ടാകും. പക്ഷെ ഇത് കേൾക്കുമ്പോൾ രാധാറാണി എന്താണ് വിചാരിക്കുന്നത്? ഭഗവാന്റെ വേണുനാദമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭഗവാനെ എന്ത് ചെയ്യുന്നു? കമലവൃക്ഷത്തെ ആലിംഗനം ചെയ്യുന്നു. വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തൊട്ടു മുന്നിൽ വൃന്ദാവനത്തിൽ രാധാകൃഷ്ണൻ മുന്നിൽ തന്നെ കമലകൃഷ്ണനുണ്ട്. നമ്മൾ ആ വൃക്ഷത്തില് അത് എന്താണ് ഭക്തന്മാർ ചെന്ന് അതിലേക്ക് ആലിംഗനം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഭഗവാന്റെ, അതായത് രാധാറാണി ആലിംഗനം ചെയ്ത ആ വൃക്ഷമാണ് ആ കമലകൃഷ്ണൻ. ഇത് കമലവൃക്ഷം എന്ന് പറയുന്നത്. അത് ഭഗവാന്റെ ഓടക്കുഴൽ വേണുനാഥമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണെന്നാണ്. ശ്ലോകം 252. കൃഷ്ണ ആലിംഗന പായിന ജനമ സഫേല കൃഷ്ണ സുഖേ മഗ്നമ രഹേ വൃഷകരിക്കോലെ. എനിക്ക് ശ്രീകൃഷ്ണന്റെ ആലിംഗനം ലഭിച്ചിരിക്കണം, അവൾ ചിന്തിക്കുന്നു. അതിനാൽ ഇപ്പോൾ എൻ്റെ ജീവിതം സഫലമായി. അപ്രകാരം കൃഷ്ണനെ തൃപ്തനാക്കുന്നതിൽ മഗ്നനായി ആ വൃക്ഷത്തെ കൈകോർത്തുകൊണ്ട് രാധിക നിലകൊള്ളും. ഇപ്പൊ എന്താണ്? ഭഗവാന്റെ നാദമാണ് തെറ്റിദ്ധരിച്ച് കമലവൃക്ഷത്തെ ആലിംഗനം ചെയ്ത് അവിടെ രാധാറാണി എന്താണ് ചിന്തിക്കുന്നത്? അതായത് തൻ്റെ ജീവിതം സഫലമായി, ഭഗവാന്റെ വേണുനാഥം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. സോ അങ്ങനെ ആ ആസ്വാദന ലഹരിയിൽ എന്താണ് രാധാറാണി ചിന്തിക്കുന്നത്? രാധാറാണിയുടെ ജീവിതം സഫലമായി ചിന്തിക്കുകയും അതുപോലെ രണ്ട് കൈകൾ കോർത്തുകൊണ്ട് ആ വൃക്ഷത്തെ വീണ്ടും ആലിംഗനം ചെയ്യുന്നതാണ്. 253. അനുകൂലവതി പായ മോരഗന്ധ ഉടിയ പഠിത ചാഹോ പ്രേമഹയ അന്ത. സുഖകരമായ ഒരു ഇളം തെന്നൽ എൻ്റെ ശരീരത്തിൽ സുഗന്ധം അവളിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവൾ അനുരാഗത്താൽ അന്ധയാവുകയും ആ ഇളം കാറ്റിൽ പറന്നുയരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ആ ഗന്ധം വെച്ചുകൊണ്ട് വായു രാധാറാണിയുടെ എന്താണ് നാസാരന്ധ്രങ്ങളിൽ അത് തട്ടുമ്പോൾ എന്താണ് രാധാറാണി ചിന്തിക്കുന്നത്? എന്താണ് ആ ഗന്ധം എന്താണ്? ആനന്ദരഹിളി, അല്ലെ അനുരാഗത്താൽ അനുരാഗത്താൽ എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുന്നു? ആ ഇളംകാറ്റിലെ പറന്നുയരാൻ ശ്രമിക്കുകയും ചെയ്യും. ഭഗവാന്റെ ഗന്ധം വെച്ചുകൊണ്ട് വരുന്ന വായുവിൽ ലയിച്ചു ചേരാൻ, അതിൽ ആനന്ദ ലഹരി എന്താണ് ആസ്വദിക്കാനും ശ്രമിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. ശ്ലോകം 254. തമ്പൂലം ചർവീതയബേക്കാരെ അസ്വാദേനി ആനന്ദ സമുദ്രേ ദുബേക്കിച്ചുയി നജാനി. വർത്തനം: ഞാൻ ആസ്വദിച്ച തമ്പൂലം അവൾ ആസ്വദിക്കുമ്പോൾ ആനന്ദസാഗരത്തിൽ അവൾ മുങ്ങിത്താഴുകയും മറ്റെല്ലാം വിസ്മരിക്കുകയും ചെയ്യും. അറിയാം, നമുക്ക് ഭഗവാന് പോകാൻ ഒക്കെ നമ്മൾ സെക്കൻഡ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ തമ്പൂലമൊക്കെ
തമ്പൂല മസാല. കാരണം എന്താണ്? ഭഗവാൻ ഇതൊക്കെ കഴിച്ചിട്ട് അത് ആ തമ്പൂല മസാല അതും ഭഗവാൻ അത് ആസ്വദിക്കുന്നതാണ്, തമ്പൂല മസാല. അപ്പൊ ഇത് ഭഗവാൻ ആസ്വദിച്ച തമ്പൂല അവൾ ആസ്വദിക്കുമ്പോൾ ആനന്ദ സാഗരത്തിൽ അവൾ മുങ്ങിത്താഴുകയും മറ്റെല്ലാം ഭഗവാൻ തൻ്റെ ഈ എന്താണ് മഹാപ്രസാദങ്ങളൊക്കെ ആസ്വദിച്ചത് തമ്പൂല മസാല അത് അത് ആസ്വദിക്കുമ്പോൾ രാധാറാണി എല്ലാം മറന്നിട്ട് അത് വിസ്മരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഭാഗവതത്തിൽ കീർത്തനം ചെല്ലുമ്പോൾ തന്നെ രാധാഭാവം ഇല്ലേ, നമ്മൾ ആ ഭാവത്തോടെയാണ് ഭഗവാൻ പ്രസാദം കഴിക്കുന്നതെന്ന്. കാരണം രാധാറാണി അത്രമാത്രം പരിശുദ്ധിയോടുകൂടിയാണ് ഭഗവാൻ ജീവിക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ ആ ചട്ടമ്പോകയൊക്കെ ജഗന്നാഥന് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസാദം എത്ര തരത്തിലുള്ള പ്രസാദങ്ങളാണ് ഓഫർ ചെയ്യുന്നത് അതെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് പറയുന്നുണ്ട് അതിന് ശേഷം എന്താണ് അത് രാധാറാണിയുടെ എന്താ ഭാവത്തോടുകൂടി ഭഗവാൻ ആശ്രയിച്ച് എന്നിട്ട് സുഖനിദ്ര ഉറങ്ങാനാണ് അവസാനം അത് ആചാര്യന്മാർ പറയുന്നത്. അപ്പം അവരുടെ പരസ്പര ആസ്വാദനം എന്ത് ഭഗവാൻ ചെയ്യുന്നു അതെല്ലാം രാധാറാണി ആസ്വദിക്കുന്നു, അതിൽ നിമഗ്നയാകുന്നു. അതുപോലെ തന്നെ രാധാറാണിയുടെ ഓരോ സേവനത്തിലും ഭഗവാൻ വളരെ വളരെ തൃപ്തനാകുന്നു. അത് ആ പരസ്പര ആസ്വാദനമാണ് ഈ ശ്ലോകങ്ങളിൽ കൊടുക്കുന്നത്. 255 അമര സംഗീരാധ പായ ആനന്ദ ശതമുഖേ ബലി സബുന പായി താര അന്ത. എൻ്റെ സംഗമത്തിൽ നിന്ന് അവൾക്ക് ലഭിക്കുന്ന അതീന്ദ്രിയ ആനന്ദം വിവരിക്കാൻ 100 കണക്കിന് വാക്കുകൾ കൊണ്ട് പോലും എനിക്ക് കഴിയില്ല. അപ്പം ഭഗവാന്റെ സംഘത്തിൽ നിന്ന് നമുക്ക് അറിയാം, വൃന്ദാവനത്തിൽ ഭഗവാന്റെ രാധാറാണി തൻ്റെ സഖിമാരും വിശാഖ ഇവരെല്ലാം കേളി സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത് വിശാഖയും രാധാറാണിയും. ഓരോ സ്ഥലങ്ങളിലും എത്രമാത്രം ഭഗവാന് ആസ്വാദനം കിട്ടുന്ന രീതിയിലാണ് വൃന്ദാവനത്തിൽ ഈ അറേഞ്ച്മെന്റുകളെല്ലാം വിശാഖ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഭഗവാന്റെ എന്താണ് പൂർണ്ണ ആസ്വാദനമാണ്, സംതൃപ്തിയാണ് അവർ ആഗ്രഹിക്കുന്നത്. എവിടെ നോക്കിയാലും ഭഗവാൻ ആനന്ദം പകരുന്ന രീതിയിലാണ് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത്. വിശാഖയും രാധാറാണിയും കൊടുക്കാണ് ഗോപികമായിട്ട് ഭഗവാന്റെ രാഷ്ട്രസായികൾക്കാണ് വൃന്ദാവനത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം എന്താണ്? ആ സംഘം ഭഗവാൻ അവിടെ വന്ന് ലീലയാടുന്നത് എന്താണ്? അത് അതീന്ദ്രിയമായിട്ട് അത്രയ്ക്ക് അതീന്ദ്രിയമാണ്. അപ്പൊ അതിൽ ഇത്രയും അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് ഭഗവാൻ ഈ ലീലകളൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നത് രാധാറാണിയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, എനിക്കത് വർണ്ണിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നാണ്. ശ്ലോകം 256. ലീല അന്തേ സുഖേ ഇൻഹാര അങ്കിര മാധൂരി സാഹദേ ദേക്കി സുഖേ അമി അപന പശാരി. വിവർത്തനം. ഞങ്ങളുടെ ഒരുമിച്ച് ചേർന്നുള്ള ലീലയുടെ പര്യവസാനത്തിൽ അവളുടെ വർണ്ണശോഭ കാണുമെന്ന് ഞാൻ സന്തോഷാധിക്യത്താൽ എന്നെ തന്നെ വിസ്മരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകൾ, ഓരോ ലീലകളും കഴിയുമ്പോഴും എന്താണ് രാധാറാണിക്കുണ്ടാകുന്ന എന്താണ് വർണ്ണശോഭ എന്ന് പറഞ്ഞ എന്താണ്? ഭഗവാൻ ആസ്വദിക്കുമ്പോൾ രാധാറാണി അതിൽ പൂർണ്ണമായിട്ടും എന്താണ് അതില് നമ്മൾ പറയുന്നത് ഭഗവാൻ രാധാറാണി അതിൽ പൂർണ്ണമായിട്ടും അതിൽ ആനന്ദം ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാധാറാണിയുടെ സൗന്ദര്യം അതെന്താണ്, അതിന്റെ വർണ്ണശോഭ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ എന്താണ് ഭഗവാനെ തന്നെ വിസ്മരിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ശ്ലോക 257. ത്വൻഹരയേരേ സമരസ്യ ഭരതമുനിമാനി അമരവ്രജരസഹനഹിജാനി. അതുപോലെ തന്നെ കാമുകന്മാരുടെ രസാനുഭവങ്ങൾ
തുല്യമാണെന്ന് ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ വൃന്ദാവന രസങ്ങളെക്കുറിച്ച് അദ്ദേഹം അജ്ഞനാണ്. അപ്പൊ സാധാരണ നമ്മൾ ഭൗതിക ലോകത്തിൽ നമുക്ക് കാണാവുന്ന വൈകാരിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കാമുകി കാമുകന്മാരുടെ ബന്ധങ്ങളാണ്. എന്നുള്ള ആ ഒരു യൗവനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് എന്താ പരിപോധത്തിൽ പറയുന്നത് തരുണസ്താവൽ തരുണീശക്തം, ബാലസ്താവൽ ക്രീഡാശക്ത, തരുണസ്താവൽ തരുണീശക്തം. ഇപ്പൊ കുട്ടികളായിട്ടിരിക്കുമ്പോൾ ക്രീഡകളിലാണ് താല്പര്യം. പക്ഷെ അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് വരുമ്പോൾ തരുണസ്താവൽ തരുണീശക്തം, യൗവനത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷനിലേക്കും പുരുഷൻ സ്ത്രീയിലേക്കും ആകർഷിക്കപ്പെടുന്നു. അപ്പൊ അതിന് അവരുടെ ആ പ്രണയ അല്ലെങ്കിൽ കാമുകന്മാർ നമ്മൾ ഭൗതിക ലോകത്തിൽ പറയുന്നത് അവർക്ക് അവരുടെ കാണുന്ന ആ പ്രേമ വികാരം എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഭരതമുനി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വൃന്ദാവന രസങ്ങളെ കുറിച്ച് അദ്ദേഹം അജ്ഞനാണ്. അത് നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന ഒരു നമുക്ക് ഭൗതിക ലോകത്തിൽ കാണാവുന്ന ഒരു പ്രണയ വികാരമാണ് അത്. ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷനും സ്ത്രീയും പരസ്പരം ആകർഷിക്കുന്ന ഒരു എത്രമാത്രം ഒരു എന്താണ് ആസ്വദിക്കുന്ന ഒരു സമയമാണ് അതെന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഭരതമുനി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്താണ് വൃന്ദാവനത്തിലുള്ള രാധാറാണിയുടെ രാസലീലകളുടെ ആസ്വാദനത്തെ പറ്റിയൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അജ്ഞരാണെന്ന് പറയുന്ന അതാണ് അത് പാവർത്തിക്കുന്നത്. ഭരതമുനിയെ പോലുള്ള രതിശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലൈംഗിക ആനന്ദം പുരുഷനും സ്ത്രീയും തുല്യമായി ആസ്വദിക്കുന്നു. പക്ഷേ ലൗകിക വിദഗ്ധർക്ക് അജ്ഞതമെങ്കിലും ആജ്ഞാലോകത്തിലെ ബന്ധങ്ങൾ വ്യത്യസ്തമാണ്. ഇത് ഭൗതിക ലോകത്തിൽ കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് കാമശാസ്ത്രം, കാമസൂത്രം എന്നൊക്കെ ഉള്ളതിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് എന്താണ്? ഭൗതിക ലോകത്തിൽ സ്ത്രീയും പുരുഷനും പരസ്പരം അത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആധ്യാത്മിക ലോകത്തിലുള്ള എന്താണ് അതീന്ദ്രിയ ബന്ധത്തിനെ പറ്റിയൊന്നും ഇവർക്ക് അല്ലെങ്കിൽ അതെന്താണെന്നോ അതിൻ്റെ അതീന്ദ്രിയ സുഖം എന്താണെന്നോ ഇവർക്കൊന്നും ഈ പറഞ്ഞ രതി വിദഗ്ധന്മാർക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം അതൊക്കെ എന്താണ് ആസ്വാദനമായിട്ടുള്ള ഭഗവാന്റെ എന്താണ് പ്രണയ ക്രീഡകളാണെന്ന്. അതൊന്നും നമുക്ക് ഈ രതി വിദഗ്ധന്മാർക്കൊന്നും ആസ്വദിക്കാൻ പറ്റുന്നതല്ല. കാരണം അതിന് പൂർണ്ണമായിട്ടുള്ള ഭക്തിയുത സേവന പരമഭക്തർക്ക് മാത്രമേ അത് ഉൾക്കൊള്ളാനും അത് ആസ്വദിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകത്തുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതാണ്, കാരണം അതിൻ്റെ ലിമിറ്റേഷൻ. പക്ഷെ വൃന്ദാവനത്തിലെ ഭഗവാന്റെയും ഗോപികമാരുടെ അവരുടെ പ്രണയ ലീലകൾ എന്ന് പറയുന്നത് അത് അതീന്ദ്രിയമാണ്. അത് സാധാരണ എന്താണ് പറഞ്ഞിട്ടുള്ള രതി വിദഗ്ധന്മാർക്കൊന്നും വർണ്ണിക്കാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. പരമഭക്തർക്കും രാധാറാണിക്കുള്ള ഗോപികമാർക്കൊക്കെ ആസ്വദിക്കാനുള്ളത് പരമഭക്തരായിട്ടുള്ള ഭഗവാന്റെ പരിശുദ്ധ ഭക്തർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റൂ. നമുക്ക് ഇതിന്റെ പ്രധാനമായിട്ടും ഇതിന്റെ ആ ഒരു എന്താണ് വൈഷ്ണവ സോങ് അതിൽ നമുക്ക് രജധാമ മഹാമൃതം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ അത് വൃന്ദാവനത്തിലെ കൃഷ്ണന്റെയും രാധയുടെയും വികാരങ്ങളെ പറ്റി അതിന്റെ അക്വേലികളെ പറ്റി വർണ്ണിക്കുന്ന അതുപോലെ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദാവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ
അതിനകത്ത് പറയുന്നത് രാധാകൃഷ്ണന്മാർക്കും വൃന്ദാവനത്തിന്റെ എല്ലാ സ്തുതികളും വൃന്ദാവനത്തിലെ 3 അതിദേവന്മാരായ ശ്രീ ഗോവിന്ദൻ, ഗോപിനാഥൻ, മദനമോഹൻ എന്നിവർക്ക് വേണ്ടി സ്തുതികൾ. ശ്യാമകുണ്ട രാധാകുണ്ട ഗിരി ഗോവർധ കാളിന്ദിയ മോന ജയ ജയ മഹാവാ ശ്യാമകുണ്ട രാധാകുണ്ട ഗിരി ഗോവർധ കാളിന്ദിയ മോന ജയ ജയ മഹാവാ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. ഇതില് പറയുന്നത് എന്താണ്? ശ്യാമകുണ്ടം, രാധാകുണ്ടം, ഗോവർദ്ധന എന്നീ വ്യക്തി എൻ്റെ എല്ലാ സ്തുതികളും, കൃഷ്ണൻ ബലരാമനും ബാലലീലാടി വൃന്ദാവനത്തെ എല്ലാ സ്തുതികളും. ഘട്ടവംശീ വട സദശകാന ജഹാസബലീല കൊലോ നന്ദനന്ദ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ. കൃഷ്ണൻ കേശി എന്ന അസുരനെ വധിച്ച് കേശികെട്ടിൽ യമുനാ നദിയിലെ ഒരു കടവ്. എല്ലാ സ്തുതികളും കൃഷ്ണൻ വീണുഗാനം പൊതിച്ച ഗോപികന്മാരെ ആകർഷിച്ചു വരുത്തിയ സഫലമായ വംശികട പുരുഷത്തിന് സ്തുതികൾ. വ്രജധാമത്തിലെ 12 വനങ്ങൾക്ക് എൻ്റെ സ്തുതികൾ. ഈ വനങ്ങളിലാണ് നന്ദനന്ദനായ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകൾ ആടിയത്. ശ്രീനന്ദയേശോദ ജയ ജയ ഗോപങ്ക ശ്രീരാമ വിജയ ജയനോ വർഷക ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ. ഗോവിന്ദൻ കൃഷ്ണന്റെ മാതാപിതാക്കളായ യശോദയ്ക്കും നന്ദനും എൻ്റെ സ്തുതികൾ. രാധാറാണിയുടെയും അനങ്കമായ മഞ്ജരിമാരുടെയും ജ്യേഷ്ഠ സഹോദരനായ ശ്രീധാമ തുടങ്ങിയുള്ള ഗോപികമാർക്ക് എൻ്റെ സ്തുതികൾ. വ്രജധാമത്തിലെ പശുക്കൾക്കും പശുക്കിടാങ്ങൾക്കും എൻ്റെ സ്തുതികൾ. ജയ വൃഷഭാനോ ജയ കീർത്തിദ സുന്ദരീ ജയ പൗർണമാസി ജയ അപീരനാഗരീ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ. രാധാറാണിയുടെ മാതാപിതാക്കളായ സുന്ദരിയായ കീർത്തിതയ്ക്കും വൃഷഭാനുവിനും എല്ലാ സ്തുതികളും. സന്ദീപനി ഇവിടെ മാതാവും മധുമംഗലന്റെ നന്ദിമുഖിയുടെ മുത്തശ്ശിയും നാരദമുനിയുടെ ശിഷ്യനുമായ പൗർണമി മാസത്തിനും എല്ലാ സ്തുതികളും. വ്രജഭൂമിയിലെ ഉദയകന്യമാർക്കിന്റെ സ്തുതികൾ. ജയ ജയ ഗോപീശ്വര വൃന്ദാവനമാ ജയ ജയ കൃഷ്ണ സഖേ ഗഡോദിജര ജയ രാധേ ജയ കൃഷ്ണ വൃന്ദവ. ശ്രീ ഗോവിന്ദ
മദന മോഹ വൃന്ദാവനധാം സംരക്ഷിക്കുന്നതിന് അവിടെ നിവസിക്കുന്ന ഗോപീശ്വര ശിവന് എല്ലാ സ്തുതികളും. കൃഷ്ണന്റെ താമസക്കാരാണ് ബ്രാഹ്മണ സഖാവായ മധുമംഗളിന് എല്ലാ സ്തുതികളും. ജയ രാമ കഥാ ജയ രോഹിണി നന്ദ ജയ ജയ വൃന്ദാവന ഹസി ജത ജയ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ ബലരാമൻ ദാസികൾ ആടിയ രാമഭക്തന് എല്ലാ സ്തുതികളും. രോഹിണിനന്ദനായ ബലരാമന് എല്ലാ സ്തുതികളും. വൃന്ദാവനവാസികൾക്ക് എല്ലാ സ്തുതികളും. ജയ ദ്വിജ പത്നി ജയ നാഗകന്യക ഭക്തി ദ്വിജഹാര പൈലോ ഗോവിന്ദ ചര ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ ഗർഭിഷ്ഠരായ വൈദ്യ ബ്രാഹ്മണന്റെയും പത്നിമാർക്ക് എല്ലാ സ്തുതികളും. പരിശുദ്ധ ഭക്തിയുടെ അവർ ഗോവിന്ദ ചരണങ്ങളെ സ്ഥാപിക്കുന്നു. ശിരാസമണ്ഡല ജയ രാധശ ജയ ജയ രാസലീല സർവ മനോരമ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. ഭഗവാൻ രാസനൃത്തം നിർവഹിച്ച രാസമണ്ഡലത്തെ എല്ലാ സ്തുതികളും. രാധിക്കും ശ്യാമസുന്ദരനും എല്ലാ സ്തുതികളും. കൃഷ്ണലീലകൾ പരമോത്കൃഷ്ടമായ രാസലീലയ്ക്ക് എല്ലാ സ്തുതികളും. ജയ ജയോ ജലരസ സർവരസ ഹരകീയ ഭാവേ ജഹ പ്രചേത പ്രചാ ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ ശ്രീ ഗോവിന്ദ ഗോപീനാഥ മദന മോഹ രസം, അതായത് ജാരപ്രേമം എന്നാണ് കൃഷ്ണൻ നിർവഹിച്ചത്. രജഭൂമിയിൽ പ്രചുരവും അത്യുന്നതമായ മാധുര്യ പ്രേമത്തിന്റെ സുഖം. സിജാനവ പദ പദ്മ കോരിയ സ്മര ദീന കൃഷ്ണദാസേ കഹോ നമ സംഗീത ജയ രാധേ ജയ കൃഷ്ണ ജയ വൃന്ദവ. നിത്യാനന്ദ പ്രഭുവിന്റെ പത്നിയായ ജാനകി ദേവിയുടെ പാദപത്മങ്ങളെ സ്മരിച്ചുകൊണ്ട് പതീതനായ കൃഷ്ണദാസൻ നാമസംഗീതം ആലപിച്ചു. ഇത് നമ്മുടെ ആചാര്യന്മാർ ഭഗവാന്റെ വൃന്ദാവനത്തിന്റെ ശ്രദ്ധിച്ചുകൊണ്ട് കീർത്തനങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ആചാര്യന്മാർ അവരുടെ മനസ്സും എന്താണ് വാച്ച മനസ്സ കർമ്മം അവരുടെ എല്ലാം
ഭഗവാനിൽ അർപ്പിച്ച് ഭഗവാന്റെ ലീലകൾ ആസ്വദിക്കുക. അത് എന്താണ് ആ ലീലകൾ ഗുണകഥകളൊക്കെ ആസ്വദിച്ച് പരമഭക്തിയിലേക്ക് വന്നിട്ടുള്ള ഭക്തന്മാരാണ് ഭഗവാനെ പറ്റിയുള്ള ഇങ്ങനെയുള്ള സ്തുതിഗീതങ്ങൾ. അല്ലാതെ നമ്മൾ ഭൗതിക ലോകത്തിൽ കാണുന്ന രതിവിദഗ്ധന്മാർക്ക് അവർക്കൊന്നും ഭഗവാന്റെ ലീലകളൊന്നും വർണ്ണിക്കാൻ പറ്റും. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം, അത് കേൾക്കുന്നവർക്ക് പോലും എന്താണ് നമ്മൾ ഒരു അതീന്ദ്രിയമായിട്ടുള്ള ആനന്ദം. നമുക്കത് ഭൗതിക തലത്തിൽ അത് അങ്ങനെ അത് വിസ്തരിക്കാൻ പോലും സാധ്യമല്ല. അപ്പൊ അതാണ് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പരാക്കിയ ഭാവമാണ്, പ്രേമാനന്ദ ഭാവമാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കൃഷ്ണഭക്തി എന്ന് പറഞ്ഞത്. അത് നമ്മൾ ചൈതന്യചരിതാമൃതത്തിൽ പറഞ്ഞത് എന്താണ്? കൃഷ്ണഭക്തി ശുദ്ധപ്രേമം. ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ശുദ്ധപ്രേമം എന്ന് പറയും. സംഹാര, അതാണ് ശരിക്കും നമ്മൾ ഭഗവാന്റെ ഗുണകഥകൾ ശ്രമിക്കുമ്പോൾ ശ്രവണാദി ചുറ്റത്തിത്തി എന്താണ് കാരണ ഉദയം. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ ശുദ്ധഭക്തി ഉണ്ട്, കൃഷ്ണബോധം ഉണ്ട്. അപ്പൊ അതാണ് കൃഷ്ണഭക്തി ശുദ്ധപ്രേമം. ആ കൃഷ്ണഭക്തിയാണ് ശുദ്ധപ്രേമം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉണരുന്ന എപ്പോഴാണ്? ശ്രവണാദി ചിത്തെ. അപ്പൊ നമ്മൾ ഭഗവാന്റെ ദിവ്യനാമങ്ങളൊക്കെ അത് ചൊല്ലി നമ്മുടെ മനസ്സിലെ എല്ലാ ഈ പറഞ്ഞിട്ടുള്ള കാമ ലോഭ മത മത്സരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറി എന്താണ് നമ്മുടെ മനസ്സിലെ ശരിക്കുള്ള ശുദ്ധ ഭക്തി വരുമ്പോഴാണ്. നമ്മള് കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നത്? കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ യഥാ രജോ തമോ ഗുണഭാവ കാമ ലോഭ ഏവയാച്ചത് ചേത ഏതാ അനാവൃത്തം സ്ഥിരം സത്തേ പ്രസിദ്ധത്. അപ്പൊ നമ്മള് ഭഗവാന്റെ ദിവ്യനാമങ്ങൾ ചൊല്ലി നമ്മള് മനസ്സിൽ നിന്ന് നമ്മുടെ എന്താണ് രജോ തമോ ഗുണങ്ങളൊക്കെ മാറി കാമലോഭന്റെ എന്താണ് ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാമോ ലോഭവും അസൂയ നമ്മൾ പറയത്തില്ലേ, ഗ്രീഡ്നെസ്, അത് ഇതൊക്കെ കാമലോഭമോ മത്സരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറി ചെയ്ത് ഏതാനാവൃത്തം ശരിയായിട്ടുള്ള നമ്മൾ എന്താണ് ചേതനയിൽ അല്ലെങ്കിൽ കൃഷ്ണശുദ്ധ ഭക്തിയിൽ അതാണ് അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴാണ് എന്താണ് സ്ഥിരം സത്ത് പ്രസിദ്ധത്. അങ്ങനെ നമ്മൾ നിരന്തരം ഭഗവാന്റെ ശുദ്ധനാമങ്ങൾ ചൊല്ലി പരിശുദ്ധരായിട്ട് നമ്മൾ ആ ശുദ്ധ ഭക്തിയിൽ നിൽക്കുമ്പോഴാണ് അതാണ് നമ്മൾ എന്താണ് അങ്ങനെ നമ്മൾ നമ്മൾ എന്താണ് ഇതെന്ന് പറയുന്നത് നമുക്ക് ശരിക്കുള്ള പ്രേമഭക്തി അല്ലെങ്കിൽ അതീന്ദ്രിയ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് അതീന്ദ്രിയ ഭക്തിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഭഗവാന്റെ ലീലകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പൊ അതുവരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഭൗതിക രീതിയിലുള്ള നമുക്ക് കാമ രീതിയിലൊക്കെ നമ്മൾ ഭഗവാന്റെ ലീലകളൊക്കെ കാണാം. നമുക്കത് നാച്ചുറലി അത് വരുന്നതാണ്. പക്ഷെ നമ്മൾ എന്താണ് ഭഗവാന്റെ നിരന്തരം ഭഗവാന്റെ ശുദ്ധനാമം, കാരണം ഭഗവാന്റെ ശബ്ദം വിശുദ്ധം വസുദൈവ ശബ്ദം, ഭഗവാന്റെ ശബ്ദം പോലും വിശുദ്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നാമം ചൊല്ലി നമ്മൾ ശുദ്ധമായി പിന്നെ ഭഗവാന്റെ ഗുണകഥകൾ മൈ ഗുണ സ്തുതി മാത്രേന, അതുപോലെ തന്നെ ഭഗവാന്റെ ഗുണകഥകളൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമായും സദാ അവിഛിന്ന അത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എന്താണ് നമ്മുടെ മനസ്സിൽ നിന്ന് ശരിക്കുള്ള ശുദ്ധഭക്തി എങ്ങനെ സമുദ്രത്തിന്റെ പ്രവാഹം പോലെ ഭഗവാനിലേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. ആ ഒരു ഭാവത്തിലേക്ക് വരുമ്പോൾ അതാണ് കൃഷ്ണ രാധാറാണിയുടെ ഭാവം എന്ന് പറയുന്നത്. മഹാഭാവ ഠാക്കൂറ റാണി എന്ന് പറയുന്നത് അതാണ് മഹാഭാവത്തിന്റെ അതിന്റെ ഫൗണ്ടൻ എന്താണ് രാധാറാണി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴേ നമുക്ക് ഭഗവാന്റെ എന്താണ് പ്രണയ പ്രകൃതികളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ആചാര്യന്മാര് ഈ എന്താ പറയുക ഇതൊക്കെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഭഗവാന്റെ പ്രജ ലീലകൾ, അതിന്റെ കീർത്തനങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത്. അതൊക്കെ നമ്മൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കും ഭഗവാൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ ലീലകൾ എന്താണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിലെ
അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകൾ കഴിയുമ്പോഴും ഭഗവാൻ രാധാറാണിക്കും അവർക്ക് അവരുടെ സ്ത്രീകൾക്ക് അനുഭവിക്കുന്നത് അതിൻ്റെ അവർക്ക് അനുഭവിക്കുന്ന സന്തോഷം ഭഗവാന് പോലും വർണ്ണിക്കാൻ കഴിയുന്നില്ലെന്നാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ഗുണകഥകൾ ശ്രമിക്കുമ്പോൾ നമ്മൾ എല്ലാം മറന്ന് അത് ആസ്വദിക്കുന്നത്. ആ ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ശുദ്ധഭക്തരിൽ നിന്ന് കേൾക്കും. ശുദ്ധഭക്തരിൽ നിന്ന് ഭഗവാന്റെ ലീലകളൊക്കെ ശ്രമിക്കുമ്പോഴാണ് നമ്മളും ഇതുപോലെ സമയങ്ങൾ മറന്ന് അത് ലയിക്കുന്നത്. എങ്ങനെയാണോ മഹാരാജ് പരിഷത്ത് 7 ദിവസം എല്ലാം മറന്ന് അല്ലെ എന്താണ് ജീവിതത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ദാഹം പോലും മറന്ന്, വിശപ്പല്ല ദാഹങ്ങൾ പോലും മറന്ന് 7 ദിവസം ജലപാനം ഉപേക്ഷിച്ചിരുന്ന് കേട്ടു. കാരണം പറഞ്ഞ ആൾ അത്രയ്ക്ക് ശുദ്ധനായിരുന്നു, സുഖദേവ ഗോസ്വാമി. അതില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒന്ന്, ഒരാള് ശ്രവണത്തിൽ കൂടിയും ഒരാള് ഇതാണ് കീർത്തനത്തിൽ കൂടിയും ഭഗവാനെ പ്രാപിച്ച 2 വ്യക്തികളാണ്. ശ്രവണത്തിൽ കൂടി മഹാരാജ് പരിഷിത്തും, കീർത്തനത്തിൽ കൂടി സുഖദേവ ഗോസ്വാമി. കാരണം രണ്ടുപേരും ഒന്നിച്ചപ്പോൾ അവർ 7 ദിവസം പോലും മറന്നുപോയി. ജലപാനങ്ങളും മറന്ന് ഭഗവാന്റെ ലീലകൾ ആസ്വദിച്ചു. അപ്പൊ അതൊക്കെയാണ് അതീന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത്. അത് നമുക്ക് ആർക്കും നമ്മുടെ ഭൗതികമായിട്ടുള്ള ഭാവത്തിൽ ചിന്തിക്കാനോ വിവരിക്കാനോ ഒന്നും സാധ്യമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഭഗവാന്റെ ഈ രാധാറാണി അഷ്ടസഖിമാരുമൊക്കെ വൃന്ദാവന്റെ ലീലകളൊക്കെ അത് രാധാറാണിയും തൻ്റെ സഖിമാരും പ്രത്യേകിച്ചും ശാഖയൊക്കെ അറേഞ്ച് ചെയ്യുകയും അങ്ങനെ അതിൽ ഭഗവാൻ ലീലകളൊക്കെ ചെയ്യുമ്പോൾ രാധാറാണിക്ക് സഖിമാർക്കും ഉണ്ടാകുന്ന സന്തോഷം ഭഗവാന് പോലും വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. അപ്പം നമുക്ക് എത്രമാത്രം ആസ്വാദനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശ്ലോകം 256. ലീല അന്തേ സുഖേന്ധര അങ്കേരമധൂരി സഹദേക്കി സുഖേ ആമി അപ്പന പശാരി. പ്രവർത്തനം ഞങ്ങളുടെ ഒരുമിച്ച് ചേർന്നുള്ള ലീലകളുടെ പര്യവസാനത്തിൽ അവളുടെ വർണ്ണശോഭ കാണുന്ന ഞാൻ സന്തോഷാദിച്ചത് എന്നെ തന്നെ വിസ്മരിച്ചു. അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ലീലകൾക്ക് ശേഷം രാധാറാണി അനുഭവിക്കുന്ന സന്തോഷ ആധിക്യം അല്ലെങ്കിൽ രാധാറാണിക്കും സഖിമാർക്കും ഉണ്ടാകുന്ന സന്തോഷം ഭഗവാന് പോലും വർണ്ണിക്കാൻ സാധ്യമല്ലെന്നാണ് പറയുന്നത്. ശ്ലോകം 258. അന്യേത സംഗമേ അമി യഥ സുഖപായി അധികായി. രാധയുമായി സംഗമിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെടുന്ന പരമാനന്ദം മറ്റുള്ളവരുമായി ചേരുമ്പോൾ ഇങ്ങനേക്കാൾ 100. അതാണ് പറയുന്നത്. രാധാറാണിയും ഭഗവാനും രാധാറാണിയും ഒരുമിക്കുമ്പോൾ അല്ലെങ്കിൽ അഷ്ടസഖിമാരും അവരൊക്കെ ഓരോരുത്തരും ചെയ്യുന്ന ഭഗവാന് മൃഗങ്ങളെ അവർക്ക് ഓരോ സംഗീത വർണ്ണങ്ങളും ഒക്കെയാണ് അവർ കഴിയുന്നത്. ഭഗവാൻ എത്രമാത്രം ആനന്ദം പകരുക, അതാണ് അവരുടെ. ഒരാൾ വീശുന്നു, ഒരാൾ മൃദംഗം വാദ്യോപകരണങ്ങൾ കത്തുന്നു. അങ്ങനെ ഏതെല്ലാം രീതിയിൽ ഭഗവാനെ സംഭവിക്കും, അതാണ് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. രാധാറാണിയുടെ അവരുടെ സഖിമാരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എത്ര ഭഗവാനെ ആനന്ദിപ്പിക്കും. അപ്പൊ അങ്ങനെ ഭഗവാൻ ആനന്ദിക്കുമ്പോൾ രാധാറാണിയും സഖിമാരും അതിനേക്കാൾ ആസ്വദിക്കും. അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭഗവാൻ ഇത് എത്രയോ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പോഴും ഭഗവാന്റെ ഭക്തന്മാർ ഇത് ലോകത്തിൽ എത്രയോ നമ്മളിപ്പോ 2 ദിവസം മുമ്പാണ് നമ്മൾ ജന്മാഷ്ടമിക്ക് ലോകത്തിൽ എത്രയോ കോടി ജനങ്ങളാണ് ആനന്ദ സാഗരത്തിൽ ആറാടിയത്. ഭഗവാൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞാണ് ഇപ്പോഴും 5000 വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഭൗതിക ലോകത്തിലെ ഭക്തന്മാർ ആനന്ദ സാഗരം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു, മച്ചിത്ത പ്രാണ ബോധയന്ത പരസ്പരം കഥയിന്തമാം നിത്യം തുഷന്തിച്ചരമന്തിച്ച. ഭഗവാൻ ഇതിനു വേണ്ടിയിട്ടാണ് ഈ അവതാര ഉദ്ദേശം എന്ന് പറഞ്ഞത്. അവതാരവും അസംഖ്യം. ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ അസംഖ്യമാണ്. അവതാരം അതെങ്ങനെയാ? സരസ്സു സഹസ്രസഹ. എങ്ങനെയാണ് സമുദ്രത്തിലെ തിരമാലകൾ വരുന്നത്, അതുപോലെയാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അത് നമുക്ക് തിട്ടപ്പെടുത്താൻ പോലും സാധ്യമല്ല. അതാണ് ഭഗവാന്റെ അവതാരങ്ങൾ. പക്ഷേ എന്തിനാണ് ഭഗവാൻ ഇത് അവതരിക്കുന്നത്?
തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കാനും അതുപോലെ തന്നെ ഭഗവാന്റെ ലീലകൾ തൻ്റെ ഭക്തന്മാർ വരും തലമുറയ്ക്ക് അത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വരയ്ക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാന്റെ എന്താണ് ഈ ജന്മകർമ്മച്ചമയ ദിവ്യം യോ വ്യക്തി ദേഹം പുനർജന്മ നേമി മാമേശി അർജുന അർജുനോട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ദിവ്യമായിട്ടുള്ള ഈ ജന്മവും അവതാര പ്രവൃത്തികളും അല്ലെങ്കിൽ ഭഗവാന്റെ ഈ ജന്മകർമ്മച്ചമേ ദിവ്യം യോ വ്യക്തി വ്യക്തത്വത ഏത് വ്യക്തിയാണോ ആരാണോ ഇത് ദിവ്യത്വം മനസ്സിലാക്കിയാൽ ദിവ്യ കഥകൾ കേൾക്കുന്നത് അത് എന്താണ് ഭഗവാന്റെ അന്നത്തെ ദിവസം ഭഗവാന്റെ സേവനങ്ങളിൽ ഏർപ്പെടുന്നത് അതുപോലെ തന്നെ ഡിവൈൻ ഗ്ലോറീസ് ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ ദിവ്യ ഈ പ്രവൃത്തികൾ ഭഗവാന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ദിവ്യം. അതുകൊണ്ടല്ലേ നമ്മൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങൾ പോലും ഇപ്പോഴും നമ്മൾ പറയുമ്പോൾ എത്രമാത്രം സന്തോഷമാണ് നമുക്ക്. അതാണ് ആനന്ദാം പുതിപദം പ്രതിപദം എന്ന് പറയുന്നത്. അതാണ് ഭഗവാന്റെ ലീലകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കും തോറും അതിൻ്റെ ആനന്ദം കൂടിക്കൂടി വരികയാണ്. സർവ ജഗത് ആനന്ദ സ്വരൂപ അതാണ് ഭഗവാന്റെ. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഭഗവാന്റെ കീർത്തനം ചെയ്യുമ്പോൾ തന്നെ സത്വവസ്തു കൃഷ്ണഭക്തി പ്രേമരൂപ നമസ്കരിക്കും. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോഴാണ്, അദ്ദേഹത്തെ കീർത്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവതാര ദിവസങ്ങളിൽ ഭഗവാന്റെ ദിവ്യ കഥകളും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഭഗവാന്റെ ലീലകളും കീർത്തനങ്ങളും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഭക്തന്മാരെ കൂടുതൽ സന്തോഷിക്കുന്നത്. സർവജഗത് ആനന്ദ നമ്മളിപ്പം കണ്ട പോലെ ലോകത്തിലുള്ള ഓരോ മുക്കിലും മൂലയിലുമുള്ള ഭക്തന്മാർ അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ്. ഒരു വർഷം അല്ലേ നമ്മുടെ എന്താണ് ജന്മാഷ്ടമി എന്ന് പറയുന്ന ആ ദിവസം ലോകത്തിലെ എല്ലാവർക്കും ആനന്ദം പകരുന്ന ദിവസം. കേരളത്തിൽ എന്തെല്ലാം പ്രോഗ്രാമാണ് ഭക്തന്മാർ എല്ലാം ഏതെല്ലാം രീതിയിലുള്ള കീർത്തനങ്ങളായാലും മറ്റുള്ള കൾച്ചറലായിട്ട് പ്രോഗ്രാം ആയാലും ഒക്കെ എന്തിനാണ് ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടി ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന ഉദ്ദേശം. അപ്പം അതിൽ കാണാനും സംഘം ചെയ്യാനുള്ള ഭാഗ്യമുള്ളവർക്ക് പോലും അതിൻ്റെ ദിവ്യത്വം ഉണ്ടാകും. അതാണ് പറയുന്നത് ജന്മകർമ്മച്ചമേ ദിവ്യം ദേഹം പുനർജന്മ നേമി മാമേ ശിശു അർജുന. അർജുനോട് പറയുന്നു ഇത് ചെയ്താൽ തന്നെ ഭഗവാന്റെ ജന്മ ഡിവൈൻ appearance day and divine glorious activities itself is elevated. അല്ലേ? ഗോയിങ് ബാക്ക് ടു ഗോഡ്. അതാണ് പറയുന്നത്. നമ്മൾ ആ ഒരു ദിവസം തന്നെ നമ്മൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അത് പൂർണ്ണമായിട്ട് ഭഗവാന്റെ സേവനത്തിൽ നിരതരാകുകയും ചെയ്താൽ തന്നെ നമുക്ക് എന്താണ് ഭഗവാനെ ഭഗവത് സന്നിധിയിൽ എത്തുന്നതിന് യാതൊരു സ്ഥലത്തും ഇല്ലെന്ന് ഭഗവാൻ തന്നെ അതിനോട് പറയും. അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈതന്യതായാലും ശ്രീമദ് ഭാഗവതമായാലും ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയായാലും ഇതെല്ലാം എന്താണ്? ഇതെല്ലാം സാക്ഷാൽ ഭഗവത് പ്രണിതം ഭഗവാന്റെ കഥകളാണ് ഇതെല്ലാം. അല്ലേ? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ്? യാ സ്വയം പത്മനാഭസ്യ മുഖപത്മ വിനിശ്ചിതം. സാക്ഷാൽ ഭഗവാൻ പത്മന്റെ മുഖപത്മങ്ങളിൽ വന്നിട്ടുള്ളതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. വിഷ്ണു വക്രാണി അതുപോലെ എന്താണ്? ഇത് സാക്ഷാൽ വിഷ്ണുവിന്റെ വക്രാണി വിനിശ്ചിതമാണ്. ഭഗവാൻ വിഷ്ണുവിന്റെ വക്രങ്ങളിൽ വന്നിട്ടാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഗീതയിൽ കേൾക്കുന്നതും ഗംഗയിൽ കുളിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഗീത ഗംഗോദകം പീത പുനർജന്മ വിദ്യതി. അപ്പൊ അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കും. ഭഗവത്ഗീത വായിക്കുന്നത് വഴി അതുപോലെ അദ്ദേഹത്തിന്റെ പാദപത്മായിട്ടുള്ള ഗംഗയിൽ കുളിക്കുന്നത് വഴിയും പുനർജന്മം പോലും നമുക്ക് എടുക്കേണ്ടി വരില്ലെന്നാണ്. അപ്പൊ അത്രയ്ക്ക് ശക്തിയാണ്, അത്രയ്ക്ക് അതീന്ദ്രിയ ഭാവമാണ്, അല്ലെ അതീന്ദ്രിയ പ്രേമമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് അപ്പൊ നമ്മൾ ഈ ചൈതന്യ ചരിതാമൃതം തന്നെ വായിക്കുന്നത്? ഇങ്ങനെയുള്ള ഭഗവാന്റെ ലീലകളാണ് ഇന്നത്തെ പറയുന്നത്. അപ്പൊ നമ്മളത് ആസ്വദിച്ച് അത് ഉൾക്കൊള്ളണം. ഭഗവാന്റെ പരിശുദ്ധ ഭക്തരിൽ നിന്ന് കേൾക്കുകയും അത് നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യും. നമ്മളത് കീർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് കുന്തി ദേവി പറയുന്നത് പ്രവന്തി ഗായന്തി ഗണന്തി അഭീഷണ. ഇത് നമ്മൾ ചെയ്താൽ തന്നെ
ഭഗവാനെ പറ്റി കേട്ടാൽ, അദ്ദേഹത്തിന്റെ കീർത്തനം ചെയ്താൽ, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അറിയാൻ ശ്രമിച്ചാൽ തന്നെ എന്താണ് സ്മരന്തി നന്ദനന്തി സവേജനം. അത് ആര് ചെയ്യുന്നു അവർക്ക് എന്താണ് ഓരോ നിമിഷവും ഭൗതിക ലോകത്തിൽ ഇരുന്നിട്ടാണ് ഓരോ നിമിഷവും ഭഗവാനെ കാര്യങ്ങൾ കേട്ട് ആസ്വദിക്കാനും. സ്മരന്തി നന്ദനന്തി, ഭഗവാൻ നന്ദനൻ നമുക്ക് സന്തോഷത്തോടെ ഓർക്കാനും. അതുപോലെ യായസ് പശ്ചന്തി അചിരേന താപം ഭാവപ്രവാഹോ പരമം പദാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ നമുക്ക് യായസ് പശ്ചന്തി അതിരേന താപം, അദ്ദേഹത്തിനെ നേരിട്ട് എന്ന് കാണാനും ഭാവപ്രവാഹോ പരമം പദാം. ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ ഈ ഭൗതിക ലോകത്തിന് വിദഗ്ധരാകുമ്പോൾ ഭാവപ്രവാഹോ പരമം പദം, ആ പാതാരബന്ധം മഹാപദത്തിൽ ചെന്നെത്തിച്ചേരാനുള്ള ഭാഗ്യം ഈ 3 കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഉണ്ടാകുമെന്നാണ് കുന്തിദേവി പറയുന്നത്. അതെന്താണ്? പ്രവന്തി, ഗായന്തി, ഗൃണന്തി, അഭീഷണത്തഃ. 3 കാര്യങ്ങളാണ് കുന്തിദേവി. ഭഗവാനെ പറ്റി നിരന്തരം കോൺസ്റ്റന്റ്ലി ഹിയർ അബൌട്ട് ദ ഗ്ലോറീസ് ഓഫ് ലോർഡ്, കോൺസ്റ്റന്റ്ലി ചാന്റ് ദ ഹോളി നെയിം ഓഫ് ദി ലോർഡ്, കോൺസ്റ്റന്റ്ലി റിയലൈസ് ദ ലോർഡ്. ഇത്രയും 3 കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? സ്മരന്തി നന്ദനന്തി തവേജന. Any person doing these 3 activities, any time, any moment, they can with great pleasure remember the Supreme Personality of God. And then they can പശ്യന്തി അതിനെ അവർക്ക് കാണാം. പശ്യന്തി മീൻസ് കാണാം. കുന്തിദേവി പറയുന്ന അവർക്ക് നേരിട്ട് കാണാം. നമുക്ക് ഭഗവാൻ അവതരിച്ചപ്പോൾ എവിടെയായിരുന്നു കൂടുന്നതിന് നേരം? കുന്തിദേവിയുടെ പാണ്ഡവരോടൊപ്പമായിരുന്നു ഭഗവാൻ. എന്താണ്? അതാണ് പാണ്ഡവരുടെ ഭക്തി. ഭഗവാൻ ആ ഭക്തരുടെ കൂടാണ് എപ്പോഴും. ജനിച്ചത് അമ്മയുടെ അടുത്ത് ഗുണം കംസന്റെ ജയിലാണെങ്കിലും, പക്ഷെ ഭഗവാൻ കൂടുതൽ സമയം എവിടെയായിരുന്നു? പാണ്ഡവരോടൊപ്പം. എന്താണ് കാരണം? കുന്തിദേവി പറയുന്ന ഈ കാരണം എന്താണ്? പ്രവന്തി, ഗായന്തി, ഗൃണന്തി, അഭീഷണത്ത. അവരെപ്പോഴും അവർ രാജ്യം കിട്ടി, എല്ലാം കിട്ടി, പക്ഷെ അവരാരും അധികാരത്തിന് വേണ്ടിയല്ലേ. ഓരോരുത്തരും ഭഗവാനിലേക്ക് പോകാനാണ് ശ്രമിച്ചത്, ഇല്ലേ? നമ്മൾ കഥ, അതാണ് ഭക്തി. അവിടെയാണ് ഭഗവാൻ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഭഗവാന്റെ ദിവ്യസേവനത്തിലും ഭഗവാന്റെ നാമത്തിലെയും കഥകളും ഗുണശ്രവ കഥകൾ നമ്മൾ കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ഇതൊക്കെ ആസ്വദിക്കാനും, ഈ ഭൗതിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് ആസ്വദിക്കാനും, അതുപോലെ തന്നെ ഭാവപ്രവാഹോ പരമം ഭാവപ്രവാഹോ പരമം പദാംബുജം. അങ്ങനെയുള്ള ഭാവപ്രവാഹം എന്ന് പറഞ്ഞ് ഭൗതികം എന്ന് പറഞ്ഞാൽ സ്വാഗരം പോലെയാണ്. അപ്പൊ അതിനെ അതിജീവിച്ച് ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് പ്രവന്തി, ഗായന്തി, ഗണന്തി, അഭീഷണത്ത. നിരന്തരം ഭഗവാന്റെ ഗുണകഥകൾ കേൾക്കും, നിരന്തരം ഭഗവാന്റെ നാമം ചൊല്ലുക, അതുപോലെ തന്നെ ഭഗവാനെ നിരന്തരം അറിയാൻ ശ്രമിക്കുക. Constantly hearing about the Lord, constantly chanting the holy name of the Lord, constantly realize the good qualities, leelas of the Lord. 3 കാര്യങ്ങൾ നമ്മൾ ചെയ്താണ്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ തന്നെ നാമം ചെല്ലുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ബോൽ. ഹരേ കൃഷ്ണ. ഞാനിവിടെ പ്രസംഗിക്കുകയാണ്. അപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ നന്ദി പ്രഭുജി, വളരെ സന്തോഷം, വളരെ നന്ദി. താങ്ക് യു പ്രഭുജി, താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു പ്രഭുജി. ഹരി ബോൽ. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൽ. ഹരി എല്ലാവർക്കും ഹരേ കൃഷ്ണ. അടുത്ത ആഴ്ചക്കാണ്. എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാ ഭക്തരുടെ നടത്തുന്നു. ഗുരുദേവിക്ക് ഹരേ ബോൽ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൽ.